ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ കർത്തൃദിവസത്തിൻ്റെ രാവിലെ ദൈവസന്നിധിയിൽ നമുക്ക് കർത്താവിനോടുള്ള സ്നേഹ ബഹുമാന ആദരവുകൾ അർപ്പിക്കുവാൻ ദൈവം നൽകിയ നല്ല സമയത്തിനായി നിങ്ങളോടൊപ്പം ഞാനും ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിനെ ആരാധിക്കുക എന്നത് രക്ഷിക്കപ്പെട്ട ഏതൊരു ദൈവപൈതലിൻ്റെയും കടമയാണ്, കർത്തവ്യമാണ്. ദൈവസന്നിധിയിൽ നന്ദി അർപ്പിക്കുന്നതോടുകൂടെ കൃതാർത്ഥമാകുന്നത് അവൻ്റെ മുഴു ജീവിതവുമാണ്. നാം ദൈവത്തിന് സ്തുതി അർപ്പിക്കണം, സ്തോത്രം ചെയ്യണം എന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ്. സ്തുതികളിന്മേൽ വസിക്കാൻ ഇഷ്ടപ്പെടുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഇന്ന് രാവിലെ ആ നിലയിൽ ലോകമെമ്പാടും വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ വിവിധ സമയങ്ങളിലായിട്ട് തങ്ങളുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുമ്പോൾ നമുക്കും ആ രക്ഷാനായകനെ ധ്യാനിക്കുന്നതിനും വലിയവനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നതിനും ലഭിച്ച നല്ല സമയമാണിത്. തിരുവെഴുത്തിലേക്ക് ഇന്ന് രാവിലെ നമ്മുടെ ധ്യാനം കടന്നു പോകുമ്പോൾ സങ്കീർത്തനങ്ങൾ 22, 23, 24 നാം ഒന്ന് വായിച്ച് പോവുകയാണെന്ന് വന്നാൽ മശിഹൈക സങ്കീർത്തനങ്ങൾ എന്ന നിലയിലാണ് ഈ 3 സങ്കീർത്തനങ്ങൾ ഇരിക്കുന്നത്. 3 സങ്കീർത്തനങ്ങളുടെയും രചയിതാവ് ദാവീദ് തന്നെയാണ്. 22-ാം സങ്കീർത്തനത്തിൽ എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന ഒരു ഇടയനെ പോരാ, ആടുകൾക്ക് വേണ്ടി ജീവനെ വെച്ചു കൊടുക്കുന്ന ഒരു നല്ല ഇടയനെ നമ്മൾ കാണുന്നുണ്ട്. ആടിനെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ആ യുദ്ധത്തിൽ ജീവൻ വെടിയേണ്ടി വന്ന ഒരു നല്ല ഇടയൻ. 23-ാം സങ്കീർത്തനത്തിലേക്ക് നാം വരുമ്പോൾ ജീവിക്കുന്ന ഇടയനെയാണ് നമ്മൾ കാണുന്നത്. 22-ാം സങ്കീർത്തനത്തിൽ മരിക്കുന്ന ഇടയനാണെങ്കിൽ 23-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ ജീവിക്കുന്ന ഒരു ഇടയൻ, മരണത്തെ ജയിച്ച് ജീവിക്കുന്ന ആ നല്ല ഇടയൻ, രക്ഷിച്ച ആടിനെ സംരക്ഷിക്കുന്ന ഇടയൻ, ആടിനോടൊപ്പം നടക്കുന്ന ഇടയൻ, മരണനിഴലിന്റെ താഴ്വരയിലും വേർപിരിയാതെ കൂട്ടിരിക്കുന്ന നല്ല ഇടയൻ. ആ ഇടയനെയാണ് 23-ാം സങ്കീർത്തനം പരിചയപ്പെടുത്തുന്നത്. 24-ാം സങ്കീർത്തനത്തിലേക്ക് നാം വരുമ്പോൾ പ്രത്യക്ഷപ്പെടുന്ന ഒരു ഇടയൻ. ആ പ്രത്യക്ഷപ്പെടുന്ന ഇടയൻ ഭാവി കാലത്ത് സംഭവിക്കാൻ പോകുന്ന ധന്യമായ ഒരു അനുഭവമാണ്. നാം ശമരിയക്കാരന്റെ ഉപമയിൽ വായിക്കുമ്പോൾ സൗഖ്യമാക്കിയിട്ട് വഴിയമ്പലത്തിൽ അവനെ ചേർത്തിട്ട് പോകുമ്പോൾ ആ വഴിയമ്പലക്കാരനോട് പറയുന്ന ഒരു വാക്ക് വളരെ ശ്രദ്ധേയമാണ്. ആ ശമരിയക്കാരൻ പറയുന്ന വാക്കുകൾ അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത്: ഞാൻ മടങ്ങി വരുമ്പോൾ അധികം വല്ലതും ചെലവിട്ടിട്ടുണ്ടെങ്കിൽ തന്നുകൊള്ളാം എന്ന് പറഞ്ഞാൽ മടങ്ങി വരുന്ന ഒരു നല്ല ശമരിയക്കാരൻ, നല്ല ഒരു ഇടയൻ, മടങ്ങി വരുന്ന ഇടയൻ. ഈ 3 സങ്കീർത്തനങ്ങളിലൂടെ ദാവീദ് പരിചയപ്പെടുത്തുന്നത് മരിക്കുന്ന ഒരു ഇടയനും ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ഒരു ഇടയനും എത്രയും വേഗം മടങ്ങി വരികയും ചെയ്യുന്ന ഇടയനുമായ കർത്താവായ യേശുവിനെയാണ്. 23-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാവുകയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നത്. താൻ ഒരു ഇടയനായിരുന്നുവെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ അദ്ദേഹം ഒരു ആടായി മാറുകയാണ്. ഇടയനായിട്ട് യഹോവയെ കണ്ടെത്തിയിട്ട് യഹോവയുടെ കൈക്കലെ ആടായി മാറുവാൻ ഉള്ള ഒരു സമർപ്പണം ഇവിടെ നമുക്ക് ദാവീദിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ആടിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്താണ് എന്ന് ഞാൻ പലതവണ ചിന്തിച്ചിട്ടുണ്ട്. ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ആടിന് ഒരു ഇടയനുണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഏറ്റവും അധികം ശത്രുക്കളുള്ള ഒരു മൃഗമാണ് ആട്. നമുക്കറിയാം, ആടിന് എല്ലാവരും ശത്രുക്കളാണ്. ആയുർവേദ ഡോക്ടർമാർ പോലും
മനുഷ്യർക്ക് ഭക്ഷിക്കാൻ കഴിയുന്ന മാംസത്തിന്റെ ലിസ്റ്റിൽ ആടിനെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ശത്രു എന്ന നിലയിൽ ജീവിക്കുകയാണ് ഇന്ന് ആട്. എല്ലാ ഭീഷണിയും ഉണ്ട്. നാം തിരുവെഴുത്തിൽ വായിക്കുന്നത്, നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയവരായിരുന്നു, പ്രതികൂല സന്ധിയിലായിരുന്നു നമ്മൾ. ഈ ഒരു അനുഭവം ദാവീദ് ഉൾക്കൊള്ളുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ജീവിതകാലത്ത് ദാവീദിന് ലഭിച്ച ഏറ്റവും വലിയ ധന്യാനുഭവം എന്ന് പറയുന്നത് തനിക്ക് ഒരു ഇടയനുണ്ടായി എന്നുള്ളതാണ്. ലോകത്തിലെ ഇടയന്മാരുടെ പ്രത്യേകതയും യഹോവയായ ദൈവം ഇടയനായിരിക്കുന്നതിന്റെ പ്രത്യേകതയും തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയാവുന്നതാണ്. കൂലിക്കാരായ ഒത്തിരി ഇടയന്മാരുണ്ട്. ചെന്നായി വരുന്നത് കണ്ടിട്ട് അവരെല്ലാവരും ഓടി അകലുകയാണ്. എന്നാൽ നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. അതാണ് കാൽവറിയിൽ നാം കാണുന്നത്. കാൽവറിയിൽ കർത്താവ് 7 മൊഴികൾ പറഞ്ഞതായി നാം വായിക്കുന്നുണ്ട്. അതിൽ ഒരു മൊഴിയാണ് 22-ാം സങ്കീർത്തനത്തിന്റെ ആദ്യ വാക്യത്തിൽ നാം വായിക്കുന്നത്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്. അതുകൊണ്ട് തന്നെ കർത്താവാണ് ഈ സങ്കീർത്തനത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്, നിഴലിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാൽവറിയിലും ക്രൂശിലും അവൻ അനുഭവിച്ച എല്ലാ കഷ്ടങ്ങളുടെയും ഓർമ്മ ദാവീദ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ 22-ാം സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ആ വലിയ കാര്യങ്ങൾ വായിച്ചെടുക്കാൻ പോലും നമ്മുടെ ഹൃദയങ്ങൾക്ക് സാധിക്കില്ല. അത്രമാത്രം കഠിനമായ ദുഃഖത്തിലൂടെ, സങ്കടങ്ങളിലൂടെ കർത്താവ് കടന്നുപോയ ഓർമ്മ മുഴുവനും പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടുകൂടെ ദാവീദ് 22-ാം സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജീവിതകാലത്ത് ഈ ഇടയനെ കണ്ടെത്താൻ കഴിഞ്ഞ ധന്യത, ആ ഭാഗ്യം ദാവീദിനുണ്ട്. മറ്റൊരു കാര്യം, ലഭിച്ച അനുഗ്രഹം എന്ന് പറയുന്നത് മരണത്തിലെ സൗഭാഗ്യമാണ്. ജീവിതകാലത്ത് ലഭിച്ച ആ ഇടയനായവൻ മരണത്തിന്റെ മുൻപിലും മാറിപ്പോകാതെ ചേർന്ന് നിൽക്കുകയാണ്. ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് പറയുമ്പോൾ മരണനിഴലിന്റെ താഴ്വരയിലും ആ കർത്താവ്, ആ നല്ല ഇടയൻ കൂടെയിരിക്കുന്നു എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് ഈ സങ്കീർത്തനം നമുക്ക് പരിചയപ്പെടുത്തുന്നത് മരണാനന്തര ജീവിതത്തിലെ സൗഭാഗ്യമാണ്. എന്താണ് മരണാനന്തര ജീവിതത്തിന്റെ സൗഭാഗ്യം? ആ സൗഭാഗ്യം എന്ന് പറയുന്നത് ആ ഇടയനോടൊപ്പം നിത്യകാലം യഹോവയുടെ ആലയത്തിൽ വസിക്കാൻ കഴിയുന്ന ഭാഗ്യമാണ്. പ്രിയപ്പെട്ടവരെ, എത്ര ശ്രേഷ്ഠമായ ഒരു ഭാഗ്യാനുഭവത്തിലേക്കും ഒരു ധന്യ ജീവിതത്തിലേക്കുമാണ് ഈ ഇടയൻ നമ്മളെ കൈപിടിച്ചു കൊണ്ടുവന്നത്. നമുക്കറിയാം, ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ 3 നഷ്ടപ്പെടലുകൾ എഴുതിയിട്ടുണ്ട്. അതിലൊന്ന്, 100 ആടുണ്ടായിരുന്ന ഒരാൾക്ക് തന്റെ ആട് നഷ്ടപ്പെട്ടതാണ്. ആ ആടിനെ നഷ്ടപ്പെട്ടപ്പോൾ 99-നെയും മരുഭൂമിയിൽ വിട്ടിട്ട് ഇടയൻ ആ ആടിനെ തേടി, നഷ്ടപ്പെട്ട ആടിനെ തേടി യാത്രയാവുകയാണ്. സ്വർഗത്തിലുണ്ടായിരുന്ന സകല മഹത്വവും 99കളും വിട്ടിട്ട് കാണാതെ പോയ മനുഷ്യനെ നമ്മെ തേടി അവൻ സ്വർഗത്തിൽ നിന്ന് ഈ താണഭൂമിയിലേക്ക് വന്നു. അവൻ നമ്മെ തേടി വന്നപ്പോൾ നമ്മെ കണ്ടെത്തിയത് എവിടെയാണ്? ആ കാൽവറിയുടെ കുന്നിന്റെ മുകളിലാണ്. അവിടെ വെച്ചാണ് അവൻ നമ്മെ കണ്ടെത്തിയത്. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറയുമ്പോൾ നമ്മെ തേടി വന്ന ദൈവപുത്രനായ കർത്താവ്, അവൻ ഏതെല്ലാം കഷ്ടങ്ങളിലൂടെ കടന്നാണ് നമ്മെ കണ്ടെത്തിയത്, എന്തെല്ലാം ത്യാഗം സഹിച്ചാണ് അവൻ നമ്മെ കണ്ടെത്തിയത്. എന്തിനായിരുന്നു? നാം തിരുവെഴുത്തിൽ വായിക്കുന്നു, തോളിൽ എടുത്തുകൊണ്ട് ആലയിലേക്ക് അവൻ ഈ ആടിനെയും കൊണ്ട് പോയി. എത്ര സുരക്ഷിതമായ ഒരു ആത്മീക അനുഭവമാണ് ഇപ്പോൾ ആടിന് കൈവന്നിട്ടുള്ളത്. ഇടയന്റെ തോളിലാണ് ആടിപ്പോൾ ഇരിക്കുന്നത്. ഒരിക്കൽ നഷ്ടപ്പെട്ടവനായിരുന്നു, കാണാതെ പോയവനായിരുന്നു, ദുഷ്ടമൃഗങ്ങളുടെ കടിയേറ്റ് കൊല്ലപ്പെടേണ്ടവനായിരുന്നു, ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്തവനായിരുന്നു, കൂട്ടം വിട്ടുപോയവനായിരുന്നു. ഇപ്പോൾ ഇതാ ആ ഇടയൻ തേടി വന്നിരിക്കുന്നു, കണ്ടെടുത്തിരിക്കുന്നു, പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, തോളിലെടുത്തിരിക്കുന്നു. ഇപ്പോൾ ആലയിലേക്കുള്ള യാത്രയിലാണ്. ഏതാലയിലേക്ക്? ദൈവസഭയാം ആലയത്തിലേക്ക്. ആലയിലേക്ക് മാത്രമല്ല, നിത്യതയുടെ തീരത്തേക്ക് അവൻ നമ്മെ കൊണ്ടുപോവുകയാണ്.
24-ാം സങ്കീർത്തനത്തിലേക്ക് നാം വരുമ്പോൾ പ്രത്യക്ഷപ്പെടുന്ന ഇടയൻ നമ്മെ എന്തിനു വേണ്ടിയാണ് അവൻ പ്രത്യക്ഷപ്പെടുന്നത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അവന്റെ അരികിലേക്ക് നമ്മെ ചേർക്കുന്നതിന് വേണ്ടി. കാഹളം ധ്വനിക്കുകയും മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം എല്ലാവരും ജീവനോടെ ഇരിക്കുന്നവർ രൂപാന്തരപ്പെടുകയും മരിച്ചുപോയ വിശുദ്ധന്മാർ പുനരുദ്ധാനവും പ്രാപിക്കുകയും ചെയ്യുമ്പോൾ നാം കർത്താവിനെ എതിരേൽക്കാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുവാനുള്ള പുറപ്പാടാണ് അവിടെ ഉണ്ടാകുന്നത്. അങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടി ഇരിക്കുന്ന ഒരു ഭാവികാലം ദൈവജനത്തിന് ഉണ്ട്, അഥവാ ആടിന് ഉണ്ട്. ഈ രാവിലെ ദൈവസന്നിധിയിലേക്ക് നാം വരുമ്പോൾ നമുക്ക് ലഭിച്ച ആത്മീയമായ സുരക്ഷിതത്വം, ശാരീരികമായി ലഭിച്ചതിനേക്കാൾ വലിയ ആത്മീയ സുരക്ഷിതത്വം, മരണത്തിനും അപ്പുറത്തെ ജീവിതത്തിന് ലഭിച്ചിരിക്കുന്ന ആ വലിയ സൗഭാഗ്യം, ആ ഇടയൻ വഴി ഉണ്ടായ ഏറ്റവും വലിയ ധന്യാനുഭവം ഇന്ന് നമ്മുടെ ധ്യാനം ആകട്ടെ. നാം ആരായിരുന്നു, എവിടെയായിരുന്നു, എന്തായിരുന്നു, കർത്താവ് നമ്മിൽ ചെയ്തത് എന്താണ്, ഭാവിയിലേക്ക് നോക്കി അവൻ എന്താണ് നമുക്ക് ചെയ്തിരിക്കുന്നത്. ഈ വലിയ ഓർമ്മകൾ ഇന്ന് രാവിലെ നമ്മുടെ ഹൃദയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അറിയാതെ നമുക്ക് അവന്റെ മുൻപാകെ തലമണക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ ഹൃദയങ്ങളെ താഴ്ത്തുവാനായിട്ട് സാധിക്കും. അവന് മഹത്വം കരയേറ്റുവാനായിട്ട് സാധിക്കും. അങ്ങ് എനിക്ക് വേണ്ടി എന്താണ് ചെയ്തതെന്ന് ഓർക്കുവാനായിട്ടിടയാകും. ആ നന്ദിയോടുകൂടെ, ആ ആദരവോടുകൂടെ, ആ സ്നേഹത്തോടുകൂടെ, ബഹുമാനത്തോടുകൂടെ അവന്റെ മുൻപാകെ മൗനമായിരിക്കുന്നത് പോലും, അവന് സ്തോത്രം ചെയ്യുന്നത് പോലും, അവന്റെ നാമത്തെ ഉയർത്തുന്നത് പോലും, അവന് മഹത്വം കരയേറ്റുന്നത് പോലും എല്ലാം ആരാധനയായി രൂപാന്തരപ്പെടുകയാണ്. ഇന്ന് രാവിലെ എല്ലാ സ്നേഹത്തോടും കൂടെ എൻ പേർക്കായി ജീവൻ വയ്ക്കും പ്രഭോ, എന്നും ഈ ദാസൻ നിന്നെ ഓർക്കുമെന്ന് പാട്ടുകാരൻ പാടിയിട്ടുള്ളത് പോലെ ഇന്ന് രാവിലെ അവന്റെ മഹത്വത്തിന് മുൻപാകെ, അവന്റെ സ്നേഹത്തിനെയും കരുതലിന്റെയും മുൻപാകെ എല്ലാ ആദരവോടും കൂടെ അവിടുത്തെ നമുക്ക് ആരാധിക്കാം. നമ്മുടെ കർത്താവ് ഒരിക്കൽ മരിക്കുന്നവനായി കാൽവറിയിൽ അവനെ നാം കാണുന്നു. 3-ാം നാളിൽ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നവനായി ഇന്ന് നാം അവനെ കാണുന്നു. 24-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ പ്രത്യക്ഷപ്പെടുന്ന ഇടയനായി നാം അവനെ കാണുന്നു. നാം അവനെ കാണും, സ്വന്തം കണ്ണാൽ നാം അവനെ കാണും. ആ പ്രത്യാശയോടുകൂടെ ഈ പകലിൽ നമുക്കായിരിക്കാം, അവിടുത്തെ ആരാധിക്കാം. അവൻ എത്രയും വേഗം മടങ്ങി വരുന്നു. അവന്റെ മുൻപാകെ നമ്മുടെ ഹൃദയങ്ങളെ താഴ്ത്താം, ആദരവോടെ ആരാധന അർപ്പിക്കാം. കർത്താവിന്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. प्रभु परमेश्वर के अति सामर्थी एवं अति पवित्र नाम की महिमा हो। आराधना के संबंध में एक छोटा सा मनन मैं आपके सामने पेश करना चाहता हूँ। भजन संहिता 8 और उसका पहला आयत, भजन संहिता 8 और उसका पहला आयत, वहाँ हम इस प्रकार पढ़ते हैं, है यहोवा हमारे प्रभु, तेरा नाम सारी पृथ्वी पर क्या ही प्रतापमय है, तूने अपना विभव स्वर्ग पर दिखाया है यहोवा, तेरा नाम सारी पृथ्वी पर क्या ही प्रतापमय है। राजा दाऊद के द्वारा रचा गया ये भजन वो उस महान परमेश्वर का गौरव, महिमा और उसके सामर्थ का वर्णन करते हुए इस भजन को रचता है। और इस पहले आयत में हमने पढ़ा उसका नाम को प्रतापमय घोषित किया जा रहा है। ये कैसा नाम है,
इस परमेश्वर का नाम जो और किसी नाम से तुलना नहीं किया जा सकता, अति सामर्थी नाम है। ये नाम उस परमेश्वर का व्यक्तित्व को दर्शाता है। सराबगण यशायाह नबी की किताब में हम पढ़ते हैं, वे एक दूसरे से पुकार पुकार कर कहते हैं, सेनाओं का यहोवा पवित्र 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 है, और सारी पृथ्वी उसके तेज से भरपूर है। उस अति पवित्र स्थान पर वास करने वाला अति पवित्र परमेश्वर, उस परमेश्वर के हुजूरी में आज हम आए हैं। मूसा जब परमेश्वर का नाम जानना चाहा तो परमेश्वर उससे कहता है, मैं जो हूं सो हूं, मैं जो हूं सो हूं। स्व अस्तित्व वाला परमेश्वर और सक्रिय, हमेशा सक्रिय रहने वाला परमेश्वर, सदैव बना रहने वाला परमेश्वर, जो था, जो है और जो आने वाला है। वो महान परमेश्वर जो अपने कहने मात्र से सारे देखी और अनदेखी चीजों को बनाया, सारे ब्रह्मांड को अपने बोलने पर वो स्थापित किया। ये महान परमेश्वर के हुजूरी में आज हम आए हैं उसके दंडवत करने के लिए। हम पहले खोए हुए भेड़ों की तरह हम भटकने वाले लोग थे। हम परमेश्वर से दूर चले गए थे, हम अपने अपने राहों पर चले गए थे, लेकिन आज हम उसके सम्मुख आने के लिए परमेश्वर हमारे ऊपर अनुग्रह किया। ये कैसा भाग्य है, ये कैसा भाग्य है कि परमेश्वर के हुजूरी में, उस अति महान एवं अति श्रेष्ठ परमेश्वर के हुजूरी में हमें आने के लिए परमेश्वर हमारे जीवन में ऐसा अवस्था, एक ऐसा भाग्य अवस्था दिया है। हम पहले अंधकार में थे, पहले हम परमेश्वर से दूर थे, लेकिन जैसे हम पत्रस के पहली पत्री उसका 2 अध्याय में हम पढ़ते हैं, उसका 9वां आयत में पत्रस लिखता है, हम एक चुने हुए वंश हैं। और उसके आखिरी भाग में हम पढ़ते हैं, अंधकार से हमें अद्भुत ज्योति में लाया, उसका गुण प्रकट करने के लिए, उसका महिमा का गुण प्रकट करने के लिए। और 10वां आयत में हम पढ़ते हैं, हम पहले कुछ नहीं थे, पर हम अब परमेश्वर के प्रजा है। हम पहले कुछ नहीं थे, हम परमेश्वर से दूर थे, हम अंधकार में रहने वाले थे, हम अज्ञानी लोग थे, इस जीवते एवं सामर्थी परमेश्वर को नहीं जानने वाले थे, इस जगत के सृष्टिकर्ता को नहीं जानने वाले थे। लेकिन यूहन्ना की पहली पत्री 5 अध्याय और उसके 20 आयत में हम पढ़ते हैं, हम वहां इस प्रकार पढ़ते हैं, यूहन्ना की पहली पत्री 5 का और उसके 20 आयत में, यह भी जानते हैं कि परमेश्वर का पुत्र आ गया है, उसने हमें समझ दी है कि हम उस सच्चे को पहचाने, कि हम उस सच्चे को पहचाने। परमेश्वर का पुत्र आ गया है और हमें समझ दी है। देखिए, जब हम घोर अंधकार में, उस तराई में से होकर हमारा जीवन बिता रहे थे, हम मृत्यु की ओर, हमेशा की मृत्यु की ओर हमारा जीवन आगे बढ़ा रहे थे, परमेश्वर का पुत्र ठीक वक्त इस संसार में आया, ठीक वक्त वो इस संसार में आया और हमें समझ दिया। रोमियो की पत्री उसका 5 अध्याय में हम क्या पढ़ते हैं, हम जब निर्बल थे, हम जब परमेश्वर से उसका 6 आयत में 5 का 6 में हम इस प्रकार पढ़ते हैं, जब हम निर्बल ही थे, मसीह ठीक समय पर भक्तिहीनों के लिए मरा। परमेश्वर से दूर अज्ञानी लोग, परमेश्वर को कभी नहीं जानने वाला लोग, लेकिन दाऊद 29वां भजन में लिखता है परमेश्वर के पुत्रों, परमेश्वर का पुत्रों कह के वहां पर लिखा है। आज हम परमेश्वर का पुत्र बने हैं और परमेश्वर का संतान बनने का भाग्य हमारे जीवन में हुआ है। क्यों?
प्रभु यीशु मसीह ने हमारे ऊपर अनुग्रह किया। प्रभु यीशु मसीह के उस बलिदान के द्वारा परमेश्वर के करीब आने के लिए विश्वास के द्वारा हमें ये हियाब मिला। प्रभु परमेश्वर का नाम की महिमा हो। वहाँ 29वां भजन मुझे बहुत अच्छा लगा जब मुझे वो पढ़ा। आराधना के संबंध में जब मैं उसको पढ़ा मुझे बहुत प्रेरणा दिया। देखो वहाँ पर हम पढ़ते हैं, पहला और दूसरा आयत में पढ़कर सुनाना चाहता हूँ। है यहोवा के पुत्रों, यहोवा का, हाँ यहोवा का ही गुणानुवाद करो। यहोवा की महिमा और सामर्थ को सराहो। यहोवा के नाम की महिमा करो। पवित्रता से शोभायमान होकर यहोवा का दंडवत करो। उस महान परमेश्वर ने हमें बचाया। जब हम अंधकार में थे, जब हम अज्ञानी थे, हमें समझ देकर परमेश्वर का पुत्र इस धरा पर आकर हम खोए हुओं को चुनकर अंधकार से अद्भुत ज्योति में लाया। आज हम क्यों इस ज्योति में आया? ताकि हम उसका गुणानुवाद करें। उस यहोवा परमेश्वर, उस प्रतापमय नाम की महिमा करने के लिए हमें इस ज्योति में, अद्भुत ज्योति में लाया है। आइए हम उसके सम्मुख घुटने टिकें। जैसे हम यशायाह नबी के किताब में हमने उस भाग को पढ़कर सुना, वे देखिए किस प्रकार यहोवा का दंडवत करते हैं। उनके 6 पंख थे और 2 पंखों से वे अपने मुंह को ढांपे थे और 2 से अपने पांवों को और 2 से उड़ रहे थे। देखो वे उस अति पवित्र स्थान पर खड़े होकर उस अति पवित्र परमेश्वर का दंडवत कर रहे हैं। उसका उनके मुंह को ढांप कर वो उस अति पवित्र परमेश्वर का तेज को वे अपने आंखों से नहीं देख पा रहे थे। अब वो अति पवित्र स्थान पर खड़े थे, इसलिए अपने पांव को वो छिपाकर परमेश्वर के हुजूरी में वो उड़ रहे थे। पवित्र 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 है हमारा परमेश्वर, अति पवित्र परमेश्वर। उसने हमें बचाया, हमें इस लायक बनाया कि हम उसके हुजूरी में आकर, उसके करीब आकर उसका दंडवत कर पाए। है यहोवा हमारे प्रभु, आज हम उसे हमारा प्रभु कह के पुकार सकते हैं। उस संबंध में, उस निजी रिश्ता में हमें परमेश्वर लाया है, उस अटूट रिश्ता में परमेश्वर हमें पहुंचाया है। आइए हम कहें, है यहोवा हमारे प्रभु, तेरा नाम क्या ही प्रतापमय है। उस प्रतापमय परमेश्वर का श्रेष्ठता को जानकर, समझकर, उसे सही ढंग से पहचान कर उसका महिमा करें। उसके नाम की महिमा हो आज और सदैव। आमीन।